നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ആവോലി പഞ്ചായത്തിലെ വള്ളിക്കടക്കടവിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് 2 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. വാഴക്കുളം വെട്ടിക്കാട്ടുകുടി സന്തോഷിന്റെ മകൻ അശ്വിൻ, പരീക്ക് പീടിക അടയ്ക്കാമുണ്ടക്കൽ വിനുവിന്റെ മകൻ ക്രിസ് എന്നിവരാണ് മരിച്ചത്. അപകടമുണ്ടായത് ഞായറാഴ്ച വൈകിട്ട് 6:00. ശക്തമായ കാറ്റും മഴയും. മൂവാറ്റുപുഴയിൽ സമീപ പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടം. നിരവധി വീടുകൾക്ക് നാശനഷ്ടം. മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ശക്തമായ കാറ്റിൽ പേഴക്കാപ്പള്ളിയിൽ വീടിന് മുകളിലേക്ക് മരം വീണു. സെൻട്രൽ ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന കമ്മറ്റം മക്കാർ കെഎമ്മിന്റെ വീടിന് മുകളിലേക്കാണ് സമീപവാസിയുടെ പുരയിടത്തിൽ നിന്നിരുന്ന റബ്ബർ മരം വീണത്. മരങ്ങൾ വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ പരാതി നൽകിയിരുന്നെന്ന് മക്കാർ മൂവാറ്റുപുഴ ന്യൂസിനോട്. കർഷകരെ ദുരിതത്തിലാക്കി പൈനാപ്പിളിന് വിലയിടിവ്. കഴിഞ്ഞ 4 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് വിലയിടിഞ്ഞു. തൊഴിലാളി ക്ഷാമവും തിരിച്ചടിയായി. ഈസ്റ്റർ, വിഷു ആഘോഷവേളകളിലും വിലയിൽ മുന്നേറ്റമുണ്ടായില്ല. ട്രാക്കാട് സെന്റ് മേരീസ് പള്ളി കുടുംബസംഗമ വാർഷികവും ഇടവക സംഗമവും നടത്തി. മോർ പീലക്സിനോസ് ദേറാധിപൻ ഗബ്രിയേൽ റംബാൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ആവോലി പഞ്ചായത്തിലെ വള്ളിക്കടക്കടവിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് 2 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. വാഴക്കുളം വെട്ടിക്കാട്ടുകുടി സന്തോഷിന്റെ മകൻ അശ്വിൻ, പരീക്ക് പീടിക അടയ്ക്കാമുണ്ടക്കൽ വിനുവിന്റെ മകൻ ക്രിസ് എന്നിവരാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 6:00 6-അംഗ സംഘം വള്ളിക്കടക്കടവിൽ കുളിക്കുന്നതിനായി ഇറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായത്. അടിയൊഴുക്കുള്ള സ്ഥലത്ത് 3 വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഇവരിൽ ഒരാൾ സ്വയമേ നീന്തി രക്ഷപ്പെട്ട് കരയ്ക്കെത്തിയിരുന്നു. എന്നാൽ ക്രിസിനെയും വാഴക്കുളം വെട്ടിക്കാട്ടുകുടി സന്തോഷിന്റെ മകൻ അശ്വിനെയും ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു. ഉടൻ തന്നെ മൂവാറ്റുപുഴ ഫയർഫോഴ്സും സ്കൂബ ടീമും കോതമംഗലം ഫയർഫോഴ്സിലെ സ്കൂബ ടീമും നാട്ടുകാരും ചേർന്ന് സ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചെങ്കിലും ഞായറാഴ്ച രാത്രി വൈകിയും ഇരുവരെയും കണ്ടെത്താനായിരുന്നില്ല. തുടർന്ന് തിങ്കളാഴ്ച പുലർച്ചെ 6:00 മൂവാറ്റുപുഴയിലെ സേനാംഗങ്ങളും സ്കൂബ ടീമും തൊടുപുഴയിൽ നിന്നുള്ള സ്കൂബ ടീമും ഈരാറ്റുപേട്ടയിൽ നിന്നും എത്തിയ പ്രത്യേക പരിശീലനം ലഭിച്ചവരും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ സമീപത്തെ കടവിൽ നിന്നും അശ്വിന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് മൂവാറ്റുപുഴ പുഴക്കരക്കാവിന് സമീപത്തു നിന്നും ക്രിസിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മൂവാറ്റുപുഴയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞു വീണ് നിരവധി വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. മൂവാറ്റുപുഴയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. ഞായറാഴ്ച വൈകിട്ടാണ് മൂവാറ്റുപുഴയിലെ വിവിധ പ്രദേശങ്ങളിൽ വേനൽ മഴയ്ക്കൊപ്പം ചുഴലിക്കാറ്റും ആഞ്ഞുവീശിയത്. കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞു വീണ് നിരവധി വീടുകൾക്ക് നാശനഷ്ടങ്ങളുണ്ടായി. മൂവാറ്റുപുഴ ആട്ടായം കാരിക്കുടി നൌഷാദിന്റെ വീടിന് മുകളിലേക്ക് മരം മറിഞ്ഞു വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു. വാഹനത്തിന്റെ ചില്ല് തകരുകയും ചെയ്തിട്ടുണ്ട്. കിഴുക്കാവിൽ സമദിന്റെ വീടിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കാറ്റിൽ വൻമരങ്ങൾ കടപുഴകി വീണ് മറ്റ് നിരവധി വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. റബ്ബർ, റംബൂട്ടാൻ, ജാതി, കപ്പ, പച്ചക്കറി കൃഷിയടക്കം കാറ്റിൽ നശിച്ചു. നിരവധി സ്ഥലങ്ങളിൽ വൈദ്യുത തൂണുകൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി വിതരണവും താറുമാറായി. ഇതുകൂടാതെ റോഡുകളിലേക്ക് മരം വീണ് പല സ്ഥലങ്ങളിലും ഗതാഗതവും തടസ്സപ്പെട്ടു. ഞായറാഴ്ച വൈകിട്ടോടെയാണ് വേനൽ ചൂടിനാശ്വാസമായി മഴയെത്തിയത്. എന്നാൽ മഴയോടൊപ്പം നഗരത്തിൽ അതിശക്തമായ കാറ്റും വീശിയടിച്ചു. കടാതി, വാഴപ്പിള്ളി, ഉടവക്കുഴി, ചാത്തമറ്റം എന്നിവിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു. മൂവാറ്റുപുഴ, കല്ലൂർക്കാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തിയാണ് മരങ്ങൾ വെട്ടിമാറ്റിയത്. ചുഴലിക്കാറ്റിൽ നാശനഷ്ടം സംഭവിച്ചവരുടെ നഷ്ടം വിലയിരുത്തി അടിയന്തര ധനസഹായം നൽകണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ പറഞ്ഞു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. പേഴക്കാപ്പള്ളിയിൽ ഞായറാഴ്ചയുണ്ടായ ശക്തമായ കാറ്റിൽ വീടിന് മുകളിലേക്ക് മരം വീണു. പേഴക്കാപ്പള്ളി സെൻട്രൽ ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന കമ്മറ്റം മക്കാർ കെഎമ്മിന്റെ വീടിന് മുകളിലേക്കാണ് സമീപവാസിയുടെ പുരയിടത്തിൽ നിന്നിരുന്ന റബ്ബർ മരം വീണത്. പേടിക്കപ്പള്ളിയിൽ ഞായറാഴ്ച ഉണ്ടായ ശക്തമായ കാറ്റിൽ വീടിന് മുകളിലേക്ക് മരം വീണു. പേടിക്കപ്പള്ളി സെൻട്രൽ ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന കമ്മറ്റം മക്കാർ കെഎമ്മിന്റെ ഷീറ്റ് മേഞ്ഞ വീടിന് മുകളിലേക്കാണ് സമീപവാസിയുടെ പുരയിടത്തിൽ നിന്നിരുന്ന റബ്ബർ മരം വീണത്. കുട്ടികൾ ഉൾപ്പെടെയുള്ള 5-അംഗ കുടുംബം വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് വീടിന് മുകളിലേക്ക് മരം വീണതെങ്കിലും ആർക്കും പരിക്കുകളില്ല. സമീപവാസിയുടെ പുരയിടത്തിൽ നിൽക്കുന്ന ആഞ്ഞിലി, തേക്ക്, റബ്ബർ, തെങ്ങ് തുടങ്ങിയ വൃക്ഷങ്ങൾ തങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്നും അവ മുറിച്ചു മാറ്റണമെന്നും ആവശ്യപ്പെട്ട് വർഷങ്ങളായി വിവിധ ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരുന്നെന്നും പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അധികൃതർ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും യാതൊരു തുടർ നടപടിയും ഉണ്ടായില്ലെന്നും മക്കാർ പറഞ്ഞു.
എൻ്റെ വീടിൻ്റെ മുകളിലേക്ക് മരം ചിറ്റോടി ചുറ്റും തേക്ക് റബ്ബറും നിൽക്കുക. വെട്ടാൻ 3 വർഷമായി ഞാൻ പരാതി കൊടുത്തിട്ട്. 20 സ്ഥലത്ത് പരാതി കൊടുത്തു. ഇതുവരെയും വെട്ടാൻ അവർ തയ്യാറായില്ല. ഇപ്പം ഇന്നലത്തെ കാറ്റിൽ എൻ്റെ വീടിൻ്റെ പുറത്തേക്ക് മരം വീണു. ആ മരം വീണ് ഒരുപാട് നാശനഷ്ടം വന്നിട്ടുണ്ട്. ടാങ്ക് ഇതെല്ലാം പോയിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് പഞ്ചായത്തിൽ നിന്ന് അവർ വന്ന് കണ്ടിട്ട് പറഞ്ഞു അടുത്ത് വെട്ടും ശരിയാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പോണേ. ഇപ്പോൾ 10-20 പ്രാവശ്യം പഞ്ചായത്തിൽ നിന്ന് വന്നു അവർ പറഞ്ഞു വിവരം. മെമ്പർ വന്ന് പറഞ്ഞു, ആരും പറഞ്ഞിട്ട് അംഗീകരിക്കുന്നില്ല. അതിന് കർശനമായ നടപടി എടുക്കണമെന്ന് ഓംബുഡ്സ്മാന് കൊടുത്ത് 2 പ്രാവശ്യം കൊടുത്തു ഓംബുഡ്സ്മാന് പരാതി. അതൊന്നും ശരിയായില്ല. പിന്നെ നവകേരള സദസ്സിൽ കൊടുത്തു, മുഖ്യമന്ത്രിക്ക് കൊടുത്തു, ഇങ്ങനെ എല്ലാ സ്ഥലത്തും പരാതി കൊടുത്തു. ഒന്നും ശരിയായില്ല. ആഡിയോയ്ക്ക് കൊടുത്തിട്ട് ആഡിയോ പറഞ്ഞ് ഇപ്പം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ആഡിയോ പറയണേ. ഇതിനുള്ള കർശനമായ നടപടി എടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുക. എൻ്റെ നാശനഷ്ടം എൻ്റെ കുഞ്ഞുങ്ങളുടെ മേത്തേക്കൊക്കെ മരം വീണത്. കഷ്ടിച്ച് രക്ഷപ്പെട്ടുള്ളൂ. മരം വീണതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശപ്രകാരം സമീപവാസി തന്നെ വീടിന് മുകളിലേക്ക് പതിച്ച മരങ്ങൾ വെട്ടിമാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചു. മക്കാടന്റെ വീടിന്റെ മേൽക്കൂരയും ടാങ്കും ഉൾപ്പെടെ തകർന്നിട്ടുണ്ട്. നാശനഷ്ടം നൽകാമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചതായി മക്കാട് പറഞ്ഞു. കർഷകരെ ദുരിതത്തിലാക്കി രൂക്ഷമായ വേനലിലും പൈനാപ്പിളിനും വിലയിടിവ്. പൈനാപ്പിൾ വിപണിയിൽ കഴിഞ്ഞ 4 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് വില കൂപ്പുകുത്തിയതോടെ കർഷകർ വലിയ പ്രതിസന്ധിയിലായി. കർഷകരെ ദുരിതത്തിലാക്കി രൂക്ഷമായ വേനലിലും പൈനാപ്പിളിന് വിലയിടിവ്. പൈനാപ്പിൾ വിപണിയിൽ കഴിഞ്ഞ 4 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് വില കൂപ്പുകുത്തിയതോടെ കർഷകർ വലിയ പ്രതിസന്ധിയിലായി. സ്പെഷ്യൽ ഗ്രേഡ് പൈനാപ്പിളിന് 2024 കിലോയ്ക്ക് 50 രൂപയുണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 30 രൂപയിൽ താഴെ മാത്രമാണ് വിപണി വില. ഉത്പാദന ചെലവ് 50% വർദ്ധിച്ച സാഹചര്യത്തിൽ വിലയിടിവ് കർഷകരുടെ നടുവൊടിച്ചിരിക്കുകയാണ്. ഇതിനു പുറമെ തൊഴിലാളികളുടെ ലഭ്യതക്കുറവും കർഷകർക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അന്യസംസ്ഥാന തൊഴിലാളികൾ മടങ്ങിപ്പോയതാണ് തിരിച്ചടിയായത്. 1200 രൂപ കൂലി നൽകിയിരുന്നത് ഇപ്പോൾ തൊഴിലാളികളുടെ ക്ഷാമം മൂലം 2500 രൂപ വരെ നൽകേണ്ട അവസ്ഥയാണെന്ന് പൈനാപ്പിൾ വ്യാപാരി മാത്യു പറഞ്ഞു. പൈനാപ്പിളിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈനാപ്പിള് വിലക്കുറവാണ്. വിലക്കുറവെന്ന് പറഞ്ഞാൽ 50-60 രൂപയിരുന്ന സാധനം ഇപ്പോൾ 25-26 താഴെയുള്ളൊരു വിലയാണ് ഇപ്പോൾ നടക്കുന്നത്. അത് ഏറ്റവും വലിയ രൂക്ഷമായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യസംസ്ഥാന തൊഴിലാളികൾ എല്ലാം തന്നെ നാട്ടിലോട്ട് ഇലക്ഷൻ പ്രമാണിച്ച് പോയി. ഒരു മാസത്തിൽ കൂടുതലായി തൊഴിലാളികൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഉള്ള തൊഴിലാളികളെ വിളിക്കണമെങ്കിൽ 1000-1200 കൊടുത്തോണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 2500 രൂപ കൂലി കൊടുത്താണ് നമ്മൾ ഒരാളെ വിളിക്കുന്നത്. വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ 10 പേരെ ആവശ്യമുണ്ടെങ്കിൽ 4 പേര് പോലും വരാനില്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തോട്ടങ്ങളിലേക്കൂടെ പൈനാപ്പിൾ കിടന്ന് കേടായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വെട്ടിയെടുക്കാതെ പിന്നെ ഒരു ലോഡ് കയറ്റണമെങ്കിൽ 2 ദിവസം കൊണ്ട് കേട് ലോഡ് കയറ്റുന്നത്. അപ്പോൾ അത് കൊണ്ടുപോകുന്ന കച്ചവടക്കാർ അവിടെ ചെല്ലുമ്പോൾ ഡാമേജ് വന്നു കഴിഞ്ഞാൽ അതനുസരിച്ചാണ് പൈസ നമുക്ക് കിട്ടുന്നത്. മൊത്തത്തിൽ വരുമ്പോൾ ഇവിടെ പൈനാപ്പിൾ മേഖല ശരിക്കും തകർന്നിരിക്കുകയാണ്. തകർന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇത് രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും 100% ആളുകളും കൃഷി ചെയ്യുന്നത് നല്ല റേറ്റിന് പാട്ടത്തിനടുത്താണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ആ പൈസയും കൊടുത്ത് ഇതിൻ്റെ ചെലവും എല്ലാം കൂടെ കൂടി വരുമ്പോൾ മൊത്തത്തിൽ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലാളികളുടെ അഭാവം മൂലം കൃഷിയിടങ്ങളിൽ പൈനാപ്പിളുകൾ വിളവെടുക്കാൻ കാലതാമസം നേരിട്ട് നശിച്ചു പോകുന്നതും ലോഡ് കയറ്റാൻ താമസം നേരിടുന്നതും തിരിച്ചടിയാകുന്നതായും മാത്യു പറഞ്ഞു. ഒരു ചെടി നട്ട് അതിൻ്റെ ഫലം എടുക്കുമ്പോഴത്തേക്ക് ഒരു 50 രൂപ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചെലവുണ്ട്. അപ്പോൾ ഒരു കിലോയ്ക്ക് ഒരു 40-50 രൂപ എങ്കിലും കിട്ടിയെങ്കിലാണ് നമുക്ക് ഈ കൃഷി ലാഭകരമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അത് 10,000 ചെടി വെച്ച് കഴിഞ്ഞാൽ ഒരു 8,000 ചെടി എന്നാണ് നമുക്ക് ഫലം കിട്ടാൻ ഉള്ള സാധ്യതയുള്ളൂ. ബാക്കി കുറച്ച് ചെറുതായി പോകും, കേടായി പോകും, അങ്ങനെയൊക്കെ കംപ്ലൈൻറ്റുകളുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു ഈ തൊഴിലാളികളില്ലാത്തത് വളരെ രൂക്ഷമാണ്. ഇവിടെ കയറ്റിയർത്ത് തൊഴിലാളികൾ വരെ ഇല്ലാതെ അവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം ടണ്ണ് കണക്കിന് പൈനാപ്പിളാണ് ഡാമേജ് വാരിക്കൊണ്ടുപോയി വേറെ പറമ്പിലും ഇവിടെയൊക്കെ പൊട്ടക്കണക്കുകളിലും കൊണ്ട് ഇട്ടിരിക്കുന്നത്. ഫാക്ടറികൾ വരെ എടുക്കാത്ത അവസ്ഥയിലേക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഭയങ്കര രൂക്ഷമായിട്ടിരിക്കുകയാണ്. ഇത്രയും ഈ വേനൽക്ക് ചൂടുള്ള സമയത്ത് ശരിക്കും പറഞ്ഞാൽ വില കിട്ടേണ്ട ഒരു സമയമാണ്. ഈ തൊഴിലാളികളുടെ ഒരു അഭാവമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ. പല തോട്ടങ്ങളിലും പണികളൊന്നും നടക്കുന്നില്ല. ഇനി 1 മാസം കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല. ആ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്.
ഈസ്റ്റർ, വിഷു ആഘോഷവേളയിൽ വിപണിയിൽ മുന്നേറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും കാര്യമായ നേട്ടം കർഷകർക്ക് ലഭിച്ചില്ല. വളം, കൂലി, അനുബന്ധ ചെലവുകൾ എന്നിവ വർദ്ധിച്ചിട്ടും ഉൽപ്പന്നത്തിന് ലഭിക്കുന്ന വില കുറയുന്നത് കർഷകരെ കടക്കണിയിലേക്ക് തള്ളിവിടുകയാണ്. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. റാക്കാട് സെന്റ് മേരീസ് യാക്കോബൈറ്റ് സിറിയൻ കത്തീഡ്രൽ നേർച്ചപ്പള്ളിയിൽ കുടുംബ യൂണിറ്റുകളുടെ സംയുക്ത വാർഷികവും ഇടവക സംഗമവും നടത്തി. മോർ പീലിക്സിനോസ് ദേറാധിപൻ ഗബ്രിയൽ റംബാൻ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ എൽദോസ് മോളേക്കുടിയിൽ അധ്യക്ഷത വഹിച്ചു. കുടുംബ യൂണിറ്റുകളുടെ കലാപരിപാടികളും ബൈബിൾ ക്വിസ് മത്സരവും മരണപ്പെട്ടവർക്ക് സ്മരണാഞ്ജലികൾ അർപ്പിക്കുന്ന നെക്രോളജി ചടങ്ങും ഏലിയസ് ടി റാക്കാട് സംവിധാനം ചെയ്ത പള്ളിയുടെ ചരിത്രം ഉൾക്കൊള്ളുന്ന മലങ്കരയിലെ ഏക നേർച്ചപ്പള്ളി എന്ന ഡോക്യുമെന്ററി സിനിമയുടെ പ്രദർശനവും നടത്തി. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. മൂവാറ്റുപുഴ കക്കാട്ടിൽ പരേതനായ യാക്കോബിന്റെ ഭാര്യ സാറാമ്മ നിര്യാതയായി. സംസ്കാരം നടത്തി. മക്കൾ ബീന, മിനി, റീന. മരുമക്കൾ ജോസ് വാഴപ്പിളാങ്കുടിയിൽ, ബാബു കാഞ്ഞിരക്കാട്ട്, ജോൺസൺ വട്ടവിള പുത്തൻവീട്. കല്ലൂർക്കാട് മോളത്ത് MD ബേബി നിര്യാതനായി. സംസ്കാരം നടത്തി. ഭാര്യ അച്ചാമ്മ മുല്ലയിൽ. മക്കൾ ജിൻസ്, ജിനീഷ്. മരുമകൾ പ്രിൻസി. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.